ആരൊക്കെ ചാടിയേ? ഊമ്പൽ മാറ്റും ആ തിരുമ്പൽ വന്ന് വന്നവൻ. സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്തരാം. വെയിറ്റ് ആക്ക്. കോമഡി കളിയാക്കാറ് ഇത്. നന്ദു എല്ലാരും ഉണ്ട്. നന്ദു 5068 എടുത്ത് പറയണെന്ന് പറഞ്ഞാണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകണ്. ആ പോണ് നന്ദു കളി ഇല്ല, എല്ലാരും ഡുവോ ആണ്. കൊറേ പേരുണ്ട് ഒരുമിച്ച് ഒരേ ടൈമിലാ. ആ ഇത് നമ്മള് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. 10-30 ആൾക്കാരില്ലേ? 15 ടീമായിട്ട്. ഓ റൂം 15 ടീം ഒരുമിച്ച് കളിക്കണ. 15 ടീം ഒരുമിച്ച് കളിക്കുന്നത്. രണ്ട് ആൾക്കാർ വെച്ചാണ്ട്. ഇഷാൻ റോഷ് അറിയുന്ന ടക്കായി. മാപ്പ് നോക്കട്ടെ. മാപ്പില് ഇവിടെ എടുത്തെടുത്ത് കുറെ ആൾക്കാരുണ്ട്. ദിഗോഡ് ഉണ്ട്. സേഹലോ ബൈനറി ആരേനു? ഇത് മാക്കല്ലേ? സേഹലോ ബൈനറി മാക്കാണ്. സേഹലോ ബൈനറി. രാജുഭായ് ഹോസ്പിറ്റലില്, അലക്സ്, ചാരൻ, ഇക്രു, ഫ്ലഫി, ജോഷുവ റൊസോക്കില്, പൊച്ചിനിക്കിലാരുള്ളത്? പൊച്ചിനിക്കില് സുധാരനൊക്കെ ആരാടാ? ഇതുമാരെ പേരറിയില്ല കറക്റ്റ്. ഇതുമാരി ഇത് കണ്ടോ? ഇതൊക്കെ ആരാ? ഷെയർ ഗെയിമിങ്ങും ഇതേമാതിരി ഇതൊക്കെ. പ്രിസണിലൊരു ഫൈറ്റ് ഉണ്ടാവും ഗൈസ്. നന്ദു 5068 നന്ദുവിന്റെ അടുത്ത് ഫൈറ്റ്. ഇവിടെ ആരാ? ചാപ്സും അപ്പുറത്ത് ആരാ? ഇത് ഉസ്മാൻ ഓടി തോന്നുന്നുണ്ട് കേട്ടോ. ഉസ്മാൻ ഇവിടെ അല്ല. ഉസ്മാൻ ഇതൊക്കെ ലൂട്ട് ചെയ്യുന്നത്. ഇത് നന്ദു. ഇത് ഇവന് മാരി സിക്കെ മാരി. പൊച്ചിനിക്കല്ലേ? പൊച്ചിങ്കി. ആ പക്ഷെ അല്ലടാ, ഇവിടെ ചാപ്സ് ഉണ്ടായിരുന്നടാ. ചാപ്സ് എന്ത് ചെയ്യുന്നു? ചാപ്സ് അങ്ങോട്ട് ഓടി. അവന്മാര് വലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആ മാരി. അയ്യോ, മാരി മറ്റാണ് തോന്നുന്നുണ്ട് ഗൈസ്. മാരി മറ്റാണ് തോന്നുന്നുണ്ട്. ഉസ്മാനെ കണ്ടപ്പോ ഉസ്മാൻ എടുക്കാൻ വേണ്ടി ഓടി വരുന്ന ഉമ്പി. മാരി അടിച്ചു. ഉസ്മാൻ അടിച്ചിട്ടാ? ഉസ്മാൻ മറ്റേ കൺഫേം. സത്യം ഇപ്പൊ എടാ സത്യം പറയല്ലേ. ഇപ്പൊ ഇതെങ്ങനെ ഇവിടെ ചെന്നാണ്ട് ഇറങ്ങി പറയാൻ പറ്റുമോ? സർവറിൽ മാത്രമല്ല പബ്ജിയിലും ഫയലിട്ട് കളിച്ച് ചക്കമാരി. ഒരു മിനിറ്റ് വെയിറ്റ് ആക്ക്. എടാ കുണ്ണെ മെറ്റ അടിച്ചങ്ങാനും കളിച്ചാ അല്ല നിന്റെ ഇത് ഇടണേ. POV എടുക്കണം. നീ POV എടുക്കണം. നിന്റെ POV എടുക്കണം. സീരിയസ്ലി വെറും മെറ്റേന്ന്. ഈ കുണ്ണ വെറും മെറ്റേന്ന്. ഇത് സർവറിൽ മാത്രമല്ല പബ്ജിയിലും ഫയലിട്ട് കളിച്ച് ചക്കമാരി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു കില്ലെടുത്ത്. അടുത്ത ആരാ കൂടാരത്തിൽ? ഇതാറാ? ഇത് അതില് ചാപ്സ് ഉണ്ട്. പിന്നെ നന്ദും ഫാറ്റ് ബോയ് ബിലാലും പിന്നെ അതേപോലെ നന്ദു മാരിയും. വേറെ അടി നടക്കുന്നില്ലല്ലോ. ഇല്ല, ഇവിടെ മിക്കവാറും ഒരു അടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് മീ ബ്ലാക്ക്. പടിപൊട്ടും. ഒരു വീട്ടിൽ 3 പേര് ഒരുമിച്ച് കയറി അടിച്ചു. സികെമാരിയുടെ ഫയല് ഉമ്പി അടിച്ചു. ചക്കമാരി ഡോമിനേറ്റിംഗ് ദി ലോബി ഗയ്സ്. നന്ദു 5068 ചക്കമാരി ചാപ്സിനെ അടിച്ചിട്ടേക്കുന്നു. ഒരു ടീമിനെ വൈപ്പ് ചെയ്തുകൊണ്ട് ഇതാ മാരി. ഈ കുണ്ണ ഫയൽ തന്നെയാണോ ശരിക്ക്? ചക്ക വീണ് ചാപ്സ് ചത്തിരിക്കുന്നു ഗൈസ്. അല്ല ഇത് മറ്റല്ല തോന്നണേ. കാരണം ആദ്യം അടി കിട്ടിയിട്ട് പിന്നെ അവിടുന്ന് ഇതായതാ ഗൈസ്. അത് നമ്മളെ അതില് മറ്റാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കട്ടെ. ഇത് സേഹലോ ബൈനറി. ഇത് മാക്കാണ്. മാക്കിന്റെ ഒപ്പം ആരേനു ഗൈസ്? മാക്കിന്റെ ഒപ്പം ആരേനു? മാക്കിന്റെ കൂടെ ആരാ? ZenX ആണിത്. അത് ശരിയാ.
മാക്ക് അങ്ങനെ ലൂട്ട് തന്നെ. മാക്കിന് ഇതൊന്നും അറിയണ്ട. ഇവിടെ മാക്ക് രണ്ട് ഇവിടെ പ്ലേയേഴ്സ് ആട്ടോ ഇവിടെ പുഷ് ചെയ്യണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഈ മാക്ക് ഇവിടെ ഏരിയക്ക്. ഇല്ല. മാക്കിന്റെ ഒരു ഏരിയക്ക് ഭാഷ വരുന്നുണ്ട്. ഗോഡിന്റെ അടുത്ത് പ്ലെയർ ഗോഡ് ലൂട്ട് ചെയ്ത് അങ്ങനെ നടക്കണ്ട. അവിടെ മാക്ക് ഉണ്ട്. ഇതാ പുറം മാക്ക്. ഉണ്ടായിട്ട് എന്താ കാര്യം? അത് ഭാഷയാണ്. ഗോഡ് പക്ഷെ മാറി. ഗോഡും പപ്പടം ആണത് അല്ലല്ലോ. ദിഗോഡിന്റെ ഒപ്പം ആരാ കളിക്കുന്നേ? ദിഗോഡിന്റെ ഒപ്പം ആരാ കളിക്കുന്നേ ഗൈസ്? ഉസ്മാനെ കമന്ററിക്ക് വിളിക്കുക. അത് ശരിയാ. റാംബോ ഒന്ന് ഉസ്മാനെ അങ്ങോട്ട് വലിച്ചാണ്. എവിടെ ഇരിക്കണം? ആ താഴെ ഇരിക്കുന്നുണ്ടാവും. ഒരു ചാൻസ് തരോ പ്ലീസ്? എന്ത് ഒരു ചാൻസ് തരോ? ഒരു ചാൻസ്? ഒരു ചാൻസ് ഇല്ല. ചത്തതാ പിന്നെ ചാൻസ് അത് ഇല്ലീഗലായിട്ടാണ് മരിച്ചു പോയത്. അത് മെത്തടിച്ചാണ് ഓര് എന്നെ കൊന്നേ. മെറ്റ അടിച്ചാണെന്നൊന്നും ഉറപ്പൊന്നുമില്ല. നീ മെറ്റടിക്കാൻ പിന്നെ ഞാൻ പോയി ഇറങ്ങിയിട്ട് അവിടേക്ക് വന്ന് എന്നെ കൊന്നു കളഞ്ഞു. രാജുഭായി ഞാൻ അലക്സും തോക്കു നോക്കട്ടെ. ഓ, നീ രണ്ട് തോക്ക് IG ഇല്ല. ഇക്കുറി ഒറ്റക്ക് എന്താ അവിടെ റീകോൾ നിൽക്കണേ? ജോഷുവ സ്പീഡോ ഉണ്ട് ബുള്ള് ഈ ടീമിന്റെ അടുത്ത്. ഇവിടെ ഫയറിംഗ് ഉണ്ട്, ഫൈറ്റിംഗ് ഉണ്ട്. പ്രണവിന്റെ കൂടെ ആരാ? സ്പീഡോ. ഇത് കുഴപ്പമില്ലാത്ത നല്ല ടീമാ അല്ലേ? പ്രണവ് സ്പീഡോ. വാർഗോഡ് ജ്യൂസ് ആരാ? നമ്മളെ ചാർലി അല്ലേ അത്? ചാർലിയും പുള്ളും. ഓ അത് കിട്ടില്ല, അടിയായിരുന്നു കേട്ടാ. സ്പീഡ് നൈസ് കളിയടാ. മെറ്റ ആണെന്ന് എങ്ങനെയാവാ? അതെ മെറ്റ ഇതാ ലൈവ് കണ്ടിട്ട് തന്നെയല്ലേ പറയുന്നത്. ബുള്ളിന്റെ വ്യൂ നോക്കട്ടെ. എടാ നിങ്ങളാണല്ലോ ആദ്യം തന്നെ ചത്തടാ. നിങ്ങക്ക് നാണല്ലേ ഉസ്മാനെ ഇങ്ങനെ ചാകാൻ? നമ്മളെല്ലാവരോടും ടാർഗറ്റ് ചെയ്ത് കൊന്നല്ല. എന്ത് ടാർഗറ്റ്? നമ്മളാരും ഇല്ലാത്തടത്ത് ഇറങ്ങിട്ടു നമ്മളെ ഓടിച്ചിട്ട് അതാ ബുള്ള് ഡൗൺ ആയി ഗൈസ്. പ്രണവ് നോക്കാക്കി ഗൈസ്. ഇതപ്പോ പുഷ് ചെയ്യും. സ്പീഡോ പുഷ് ചെയ്യാൻ പോവാണ്. ഇല്ല ചാർലി ഉണ്ട് അവിടെ. ചാർലി അവിടെ റിവൈവ് ചെയ്തോണ്ടിരിക്കാണ്. ചാർലി റിവൈവ് ചെയ്തു. ബുള്ളിനെ ചാർലി റിവൈവ് ആക്കി. എടാ നീ എങ്ങനെയാടാ ചത്തുന്നാലും ഉസ്മാനെ? എന്നെ അവിടെ ഞാൻ പോയി ഇറങ്ങിട്ട് എന്നെ വന്ന് കൊന്നില്ലേ? അതാ പറഞ്ഞ ടാർഗറ്റ് ചെയ്തന്നെ. ലൂട്ട് മുഖ്യം ബിഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നന്ദു 568. അതാരാണ്? ചക്കമാരി. മാരിയും ബിലാലും ആണ് ടീം ഗൈസ്. മാരിയും ബിലാൽ പാവാടിട്ട് ഓടുന്നു. ലൈവ് ഡിലാക്കാൻ ഇനി കഴിയില്ല ഗൈസ്. ലൈവ് ഡിലാക്കാൻ കഴിയില്ല. ഇതുവരെ ടീം ഇവിടെ ആരാ? രാജുഭായി നോക്കണാരെ? ആരും ഇല്ലല്ലോ ഇവിടെ. ഉമ്മാര് ഇവിടെ നിന്ന് വലിച്ചു. ബുള്ള് സേഫ് സോണിക്ക് പോവാണ് ഗൈസ്. സ്പീഡോ ആരെ ഇതാക്കുന്നേ? അല്ല റീകോളിനല്ല ഇരിക്കുന്നത് അവന്. സ്പ്രേഗോഡ് ആരേനു? ഇത് മിന്നല്. അച്ഛനും മോനും ഇതവിടെ. അച്ഛനും മോനും ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. എവിടെ സോണ് വന്നിട്ട് മാത്രം മൂവ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് കുറുപ്പിന്റെ ടീം അറബിക്ക് വേണ്ടി കളിച്ച അതേ എപ്പിക് സാധനം. സോൺ സെക്യൂർ ചെയ്യാൻ വേണ്ടി കണ്ട് ജാസിം. ഇവിടെ കുണ്ടനടിയാണ്. അപ്പൊ അതിന്റെ അടിയിലേ ജാസിം സുധാരനും. ഇത് ഇവനല്ലേ ഷിബു? എന്താടാ ഒരു വീടിന്റെ മൂലൊക്കെ ഇങ്ങനെ ക്യാമ്പിങ് നോക്ക്. ഈ 3 സ്റ്റോറിന്റെ മേലെ ലൂട്ടായപ്പോ പിന്നെ ഒന്നും വേണ്ട. മനസ്സിലായ? ടക്കായി എന്താ കണ്ടോട്ടെ. ടക്കായി പിന്നെ ലൂട്ടിങ്ങിൽ തന്നെ. എല്ലാരും എന്താ M4 ആണല്ലോ ഗൈസ്. റയാൻ ആരുടെ ടീമാണ്? റയാന്റെ ടീമിലാരാ? റയാനും ബാഷിം റയാനും അല്ലേ? ദിഗോഡും റയാനും ആണ് ഒരു ടീം.
ആര് കപ്പെടുക്കും നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുക ഗൈസ്. ഇല്ല ഇപ്പോഴും സ്റ്റിൽ ഇവിടെ ഫൈറ്റ്. അയ്യോ ഓ ഗൈസ്, ടീം 4 എലിമിനേറ്റ്. ഭാഷ മാക്കിനെ എടുത്തു, രണ്ടാളെയും മാക്കിനെ രണ്ടുപേരെയും ദിഗോഡ് എടുത്തു ഗൈസ്. പക്ഷെ ആ ഫൈറ്റ് നമുക്ക് മിസ്സായി. നാക്ക് മരിച്ചുപോയോ? മാക്ക് മരിച്ചു. ഒരു ഫൈറ്റ് ചെയ്യണ നമ്മൾ കണ്ടില്ല അവിടെ. സോൺ ഔട്ടിൽ നിന്നുണ്ടായിരുന്ന ഒരു ഫൈറ്റ് ആയിരുന്നു ഗൈസ്. വിഷയം ഇക്കുറു ഇല്ല, ഇക്കുറു ഭാഷനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇക്കുറിന് കിട്ടിയില്ല. തിരിച്ച് സോണിലേക്ക് കയറുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഗൈസ്. ഈ ബ്ലാക്ക് ഒക്കെ ആരായി? ബ്ലേക്കും ടക്കായും. ഇവര് പുഷ് ചെയ്യുന്ന മിക്കവാറും ബ്ലേക്കിന്റെ ടക്കായിന്റെ ആ ഏരിയക്ക് കരം. പക്ഷെ ഈ സാധനം മിസ്സായി. ആ സാധനം മിസ്സായി. എന്തോ നോക്കുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട്. മിന്നല് സ്പീഡോ എടാ എൽസ്പെക് എന്ന് പറഞ്ഞാണ്ട് നോക്കണ്ട. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞതാ, അതൊരു കോമ്പറ്റീറ്റീവ് ലെവലൊന്നും നിങ്ങൾ കാണണ്ട, മനസ്സിലായി? ലാസ്റ്റ് സോണൊക്കെ എത്തുമ്പോഴേ നമുക്ക് ഒരു പ്രോപ്പർ സാധനം കാണുള്ളൂ. നമ്മളാദ്യത്താണ്. അയ്യോ കണ്ടാ, താഴത്തേക്കൊക്കെയാണ് നമ്മളത് പോണത്. അതെവിടെ പോയേപ്പം? സ്പീഡോ ഡൗൺ ആക്കി. സ്പീഡോ ജോഷോനെ ഡൗൺ ആക്കി ഗൈസ്. സ്പീഡോനെ ആരാ അടിച്ചത്? ഫ്ലഫി അടിച്ചു. അതാ ബിലാല് കുമ്മി ഗൈസ്. ബിലാല് കുമ്മി. ബിലാലിന് അങ്ങനെ ഒരു കില്ല് കിട്ടിയിരിക്കുന്നു. ബിലാലൊക്കെ അതിന്റെ അടിയിലേ ചുളിവില് വന്നാണ്ട് അടിച്ചു പോണ പരിപാടിയാ. മാരി എവിടെ? മാരി സ്ക്രീൻ ഷെയറിങ് കാട്ട്, ഞാൻ വരുന്നു. നീ കമന്ററി കൊടുത്താണ്. നന്ദു 506 ഇതാ. 506 സത്തമാക്ക എന്താണ് പറയാനുള്ളത്? അറിയില്ലെങ്കിലും സ്നൈപ്പറും 6x നന്ദു 5068 എന്തോ നോക്കുന്നു. ആ കുണ്ടിക്ക് ഒരു അടി കിട്ടിയപ്പോഴാണ് തിരിച്ചറിയുന്നത് ടീമേറ്റ് ബിലാലാണ്. ടീമേറ്റ് സ്വന്തം കുട്ടിക്ക് അടിച്ചിരിക്കുന്നു. ഫാൽക്കൺ ഡ്രോപ്പ് ലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുഷിയാണ്. ഇവിടെ കൊറേ ടീം ഉണ്ട് കേട്ടോ. പറപ്പിക്കുമോ വണ്ടി കയറ്റി ചാടിക്കുമോ? ഇല്ല. കാണുന്നുണ്ട്. ഇല്ല, അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും എന്തായാലും. സാഹസികമായി ഫാൽക്കൺ ഇറങ്ങിയിരിക്കുന്നത്. സ്ക്വാഡ് ഹൗസിൽ രണ്ടുപേരും അതൊരു വൃത്തികെട്ട പൊസിഷനാണ് ഗൈസ്. കവർ ടു കവർ കളിക്കാതെ അവർ രണ്ടുപേരും എന്താണ് ഫസ്റ്റ് നൈറ്റ് പോലെ ഒരു ഒറ്റ മുറിക്കാത്തിന് ചെയ്തത്. ഫാൽക്കന്റെ ചുണ്ടിൽ ചുംബനം പോലെ തൊട്ടു തഴുകി പോകുമ്പോൾ ഫാൽക്കൻ അവിടെ ഒരു 10 HP കുറയുന്നു. ഫാൽക്കന്റെ ഒരു എന്തിനാണ് ആ നേടിറങ്ങുന്നത്? DNL ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ ഒരു നോബോൾ എറിഞ്ഞ് അവിടെ പുറത്തെറിഞ്ഞിട്ടിരിക്കുകയാണ്. DNL പറ്റില്ലെങ്കിൽ എറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലഫി അവിടെ നിന്ന് പിന്നെ കുക്ക് ചെയ്യുന്നു. ഇവർ റിട്രീറ്റ് ചെയ്യുന്നു ഗൈസ്. അവര് തിരിച്ചു പോകുന്നു. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല മച്ചാനെ, നമ്മ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് DNL ഫാൽക്കണും തിരിച്ചു പോകുമ്പോൾ ഫ്ലഫിയും വേറെ ഫ്ലഫിയുടെ ടീമാര് ഫ്ലഫിയും ജോഷുവയും യുജീൻ നമ്മുടെ രാജുഭായ് ടീം ഉണ്ട് ലെഫ്റ്റില്. പക്ഷെ അല്ല, അവര് കണ്ടിട്ടില്ല. പുഷ് ചെയ്തു ചരണൻ ടീമും ജോഷുവയും ഫ്ലഫിയും പുഷ് ചെയ്യാനുള്ള ശ്രമം. നേടാണ് കയ്യിലിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ തോക്കില്ല എന്നുള്ള ബോധമുണ്ടോ എന്നറിയില്ല. അടിപൊളി കളി. ഒരൊറ്റ സ്ക്വാഡ് ഹൗസിൽ നിന്നുകൊണ്ട് ഡോമിനേറ്റ് ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഫ്ലഫിയും ജോഷുവയും. അത് ലൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു മണ്ടത്തരമാണോ ആണ് എന്ന് തോന്നി. അത് കാരണം ഒരു സ്മോക്ക് ഇട്ട ശേഷം പിന്നെയും ആ റിസ്ക് എടുക്കാൻ തയ്യാറാക്കിയാണ് അവിടെ ഫ്ലഫി. തൊട്ടടുത്ത് തന്നെ നമ്മുടെ പപ്പടത്തിന്റെ ടീം കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ അത് അറിയുന്ന പോലും ഇല്ല. ചാർലിയും ബുള്ളും റയാൻ സെബാസ്റ്റ്യന്റെ ടീം. റയാൻ സെബാസ്റ്റ്യനെ ചേസ് ചെയ്യുകയാണ്.
ബുള്ളും ടീമും റയാൻ സെബാസ്റ്റ്യന്റെ ടീമിനെ ചേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പിങ്ക് കളറിലെ BRDM-ൽ പൂക്കികളെന്ന് സ്വയം പ്രഖ്യാപിതമായി ഇതാ പോകുന്നു. മുന്നോട്ട് പോകുമ്പോൾ ബാഷന്റെ അടുത്ത് റയാൻ ഒറ്റയ്ക്കാണ്. റയാൻ സ്വന്തം ടീംമേറ്റിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഹലോ പറടാ. ഇല്ല ഇവിടെ കുറെ പേര് വേറെ ഉണ്ടല്ലോ. 20 ടീം ഇനി ഇസ്മായിൽ ജീവനോടെ ഉണ്ട്. 11 ടീം ജീവനോടെ ഉണ്ട്. 20 ആൾക്കാർ ജീവനോടെ ഉണ്ട്. കിൽഫീഡ് നോക്കാൻ എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലായില്ല. അല്ല എത്ര കിൽഫീഡ് ഓൺ ആണല്ലോ. മേലെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ കിൽഫീഡ് എന്തായാലും. ഉണ്ട്. ഇവനൊക്കെ ടാക്സി കൊടുക്കാം. 16 മിനിറ്റ് ഡിസ്കഷൻ വിസി അല്ലേ? ആ ആരെ മാലിക് വേണമായിരുന്നു. മാലിക് ഉണ്ടെങ്കിൽ മാലിക് കമന്റ് പറയാം. നിങ്ങൾ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ അറിയാത്ത കളി കളിക്കാൻ നിൽക്കൂലല്ല. ഞാൻ കമന്ററി കളിക്കാതെ കമന്ററി ഏറ്റെടുത്ത് എന്തിനാ? ഇല്ല ഞാൻ കളിക്കാൻ കരുതിയതായിരുന്നു, പിന്നെ കരുതി വേണ്ടാന്ന് കരുതി. ചരണിനി ഒറ്റക്കാണ്. സ്വന്തം ടീമേറ്റ് ആയ ഇക്രൂവിനെ ബലി കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടത്തിൽ രക്ഷപ്പെട്ട ചരണ് തങ്കപ്പന ടീമും ബുള്ളിനെ ടീമിനെ കണ്ടുപിട്ടിട്ടുണ്ട്. ഒന്നും നടക്കുന്നില്ല അവിടെ. വെറുതെ ഇറങ്ങി നടന്നിട്ട് ഫോണൊക്കെ എടുത്തിട്ട് നോക്ക് തോക്കൊക്കെ എടുത്ത് വെറുതെ നോക്കുന്നു. ഒരു കാര്യമില്ല. അവിടെ തീർന്നു. ഒരു ടീം തീർന്നു. അവിടെ ഒരു ടീം അവിടെ തീർന്നു. അതെപ്പോ അല്ല ഇത് നേരത്തെയാണോ? ഓക്കെ. നന്ദു ഫ്ലഫിയുടെ കിടിലം പോലത്തെ പൊസിഷൻ, സോൺ എഡ്ജ് ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു പൊസിഷൻ ആയിരുന്നു അവരുടെ. കിടിലം പോലത്തെ ഒരു പൊസിഷനിൽ അവർ നിൽക്കുന്നുണ്ട്. ആ ഫ്ലഫി സ്പോട്ട് ചെയ്തിട്ടുണ്ട്, നന്ദുവിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മാരിയുടെ ചന്തിക്ക് മിക്കവാറും ഫ്ലഫിയുടെ ഇറങ്ങി. ഓ ചാർലി, അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു. പക്ഷെ വാർഗോഡ് തിരിച്ചു കയറിയത് കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെയും പിങ്ക് പൂക്കി ഇല്ലടാ മാക്കകൾ കമന്ററി പറയട്ടെ. എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ആദ്യേ ഞാൻ പറഞ്ഞതാ, എനിക്കൊരു കോമ്പറ്റീറ്റീവ് രീതിയിലുള്ള അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മനസ്സിലായി? ഇത് നിങ്ങൾ എന്റെ ടീമിൽ കയറി കളിച്ചോ? എന്തിന്? നെക്സിന്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും തുപ്പി ഒഴിവാക്കാക്കുണ്ടനെ. ഈ നന്ദു 5068 എന്താ ചെയ്യുന്നത്? അടി നടക്കും. ഇവിടെ ഒരു അടി നടക്കും. അവര് ഓപ്പണിലാണ് നിൽക്കുന്നത്. ഓപ്പണിൽ നിൽക്കുന്ന ടീമിനെ ഭയന്നുകൊണ്ട് വണ്ടിയിൽ കറങ്ങുന്ന ടീം എന്തിനാണ് പോകുന്നതാണ് എന്റെ ചോദ്യം. പപ്പടത്തിന്റെ ടീമാണെന്ന് പേടിച്ചിട്ടാണോ പോകുന്നതെന്ന് അറിയില്ല. ഇസ്മായിൽ ആൻഡ് പപ്പടം dominating the lobby after Fluffy and ബുള്ളിന്റെ ഈ വീടിന്റെ ഉള്ളിലുണ്ട് ആള്. ചാർലി നന്ദുവിനെ എടുത്തു. അപ്പൊ നന്ദു 5068 ഊമ്പി ഗൈസ്. നന്ദു 5068 ഗെയിമിങ്ങിനെ ബുള്ളോപ്പി എടുക്കുന്നതോടുകൂടി ആ ടീം അവിടെ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് ലോബിയിലേക്ക് ഫ്ലഫി സ്പോട്ട് ചെയ്ത് ബുള്ളിനെയും ചാർലിനെയും കുറെ സമയമായിട്ട് ആ കോമ്പൗണ്ട് സ്പോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കും. നല്ല അഡ്വാൻറ്റേജ് കോമ്പൗണ്ടാ. നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. അടുത്ത സോൺ അപ്രഖ്യാപിതമായ അടുത്ത സോൺ തീരുമാനിക്കും കളി ആരുടെ കരങ്ങളിലേക്കെന്ന് നമുക്ക് നോക്കാം. അടുത്ത സോൺ ആർക്ക് കിട്ടും? മാൻഷൻ ഭാഗത്തേക്കാണെങ്കിൽ 4 ടീമുകൾ അടങ്ങുകയാണ് അവിടെ. നല്ലൊരു സ്പ്രേ ചാർലി എടുത്തു. ചാർലി എടുത്തു. മിന്നലിനെ ചാർലി ഫിനിഷ് ചെയ്തു. ഒന്നും പറയാനില്ല. ഫ്ലഫിയും അതേപോലെ ബുള്ളിന്റെ ടീമും നല്ല ബുള്ള് 3 കില്ല്, വാർഗോഡ് ജ്യൂസ് ചാർലി 1 കില്ല്, ജോഷു 1 കില്ല്, ഫാൽക്കൺ 2 കില്ലോ. ഫാൽക്കൺ എപ്പോഴാ 2 കില്ലോ? ഫാൽക്കൺ 2 കില്ലോ നമ്മൾ കണ്ടില്ല. ആ മാക്കിന്റെ ടീമിനെ വൈപ്പ് ചെയ്തുകൊണ്ട് ടീം ഭാഷയേക്കാൾ ഞാൻ പറയുന്നത് ഇവർക്ക് ആകെ ഉള്ള ഒരു ചലഞ്ച് ഇനി സോണിലേക്ക് കയറുക എന്നത് മാത്രമാണ്. കുറിപ്പില്ല. 1 HP. That was a quite interesting spray, guys. It was a quite interesting spray. Bye. Raju, bye.
ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഡ്രേഗോഡ് വെയിറ്റ് ഉള്ളതെല്ലാം കുത്തി കയറ്റുവാണ്. ആകെ ഒരു ഒറ്റ HP ആണ് ഉണ്ടായിരുന്നത്. ഇല്ല, ഇനി ജന്മം ചെയ്ത തലയിടല് രാജുഭായി എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് കുറുപ്പ് ഇവിടെ നല്ലൊരു ഫൈറ്റ്. ഇതാരാ ഈ ഷെയർ ഗെയിമിംഗ് ഒക്കെ ആരാടാ? ഇതൊക്കെ ആരാ? ഓ നല്ലൊരു ടാഗ്. ഇതാരാ ഷെയർ ഗെയിമിംഗ് ആരാ? ഷെയർ ഗെയിമിംഗ് ഇവൻ ഗോഡ് അല്ലേ? അല്ല, ഗോഡ് ഭാഷയാണല്ലോ. ഫ്ലഫി തിരിച്ച് സോണിലോട്ട് കയറാണ് ഗൈസ്. സോൺ ഒന്നും കൂടി ചെറുതായി ഫേസ് 5 സോണിലോട്ട് കയറുകയാണ്. ഫ്ലഫി ഇല്ല, കിട്ടിയില്ല. ഫ്ലഫി അവിടെ ആ ഒരു തീരുമാനം നോക്കുക. അവിടെ മുകളിൽ ADSന് പ്ലെയറിനെ വെച്ച് കുറുപ്പിന്റെ ഭാഗം നല്ലൊരു ഫിനിഷ്. ഫൈറ്റ് ഉണ്ടാവും. ഭാഷാൻ ടീം ഡൗൺ ആയിട്ടുണ്ട് ഗൈസ്. വണ്ടി അടിച്ച് പൊട്ടിത്തെറിച്ചെന്ന് തോന്നുന്നു. കുറുപ്പ് എടുത്തിട്ടുണ്ട്. ദിഗോഡിനെ കുറുപ്പ് എടുത്തു. അവരാരും എക്സ്പെക്ട് ചെയ്തില്ല കുറുപ്പ് ആ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന്. വണ്ടി കത്തിച്ചു. ഫ്ലഫിക്ക് അവർക്ക് പുതിയ വെസ്റ്റും ഹെൽമെറ്റും കിട്ടിയിട്ടുണ്ട് ഗൈസ്. സോ കൈൻഡ് ഓഫ് an advantage അവിടെ കിട്ടുന്നുണ്ട് അവർക്ക്. ഓപ്പണിലാണ് DNL അവിടെ ഓപ്പണിലാണ്. അടി വാങ്ങിക്കും. നല്ലൊരു സ്നൈപ്പർ ആയിരുന്നു കേട്ടോ. പിന്നെ സ്പ്രേ ഇടുന്നുണ്ട്. ചരണ്ട ഒരു സ്പ്രേ ഇടുന്നുണ്ട് അവിടെ. പക്ഷെ ആ ചരൺ കാണിച്ചത് മണ്ടത്തരമാണ്. അവന് സോണിലേക്ക് ഇസ്മായിലിനെ എടുത്തു. പപ്പു ഇസ്മായിലിനെ എടുത്തു. ഇസ്മായിലിന്റെ ടീമാണ്. പപ്പട ഇസ്മായിലിന്റെ ടീമാണ്. അത് മനസ്സിലാവണ്ടേ? ഇത് നമ്മള് കിൽഫീഡ് മാത്രമേ നോക്കുന്നുള്ളൂ. യുവമാരാണെങ്കിൽ പപ്പടം കില്ലില്ലാന്നൊരു വിഷമം തീർക്കാനായിട്ട് കൗണ്ടർ നോക്കുണ്ട് അവിടെ. അവിടെ ഒരു ഒറ്റ പ്ലെയർ മാത്രമാണ്. ഫാൽക്കൺ അറിയില്ലെന്ന് അറിയില്ല. ഫാൽക്കൺ തിരിച്ച് റിഡ്ജിലേക്ക് പോകുന്നുണ്ട്. ആ ടീം നോക്ക്. ആ ടീം വൈപ്പായിട്ടുണ്ട്. ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടോ? ചരൺ സോൺ ഔട്ട് ആണ്. സോണിൽ കറന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ ടീം അലക്സ് മാത്രമാണ്. ഈ ഒരു സൈഡിലാണ് എല്ലാരും ഉള്ളത് കേട്ടാ. ഈ ഒരു സൈഡിൽ നല്ലൊരു കളി നല്ല അലക്സിന്റെ കുറുപ്പ് ശരിയായ പാമ്പ് കളി കളിക്കുന്ന കുറുപ്പിനെ അടിച്ചില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകില്ല. അവർ ട്രാപ്ഡ് ആണ് കേട്ടോ. ഫ്ലഫിയുടെ ചുറ്റും ഇനി ഒരു ടീം വന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പല ഓപ്പണിൽ പെട്ടിരിക്കുകയാണ്. വീട്ടിലുള്ളവർ സ്പോട്ട് ചെയ്താൽ ഫ്ലഫിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടായേക്കാം. ഫ്ലഫി കയറുന്നുണ്ട്. കിടക്കുന്ന പാമ്പിനെ ഫ്ലഫി സ്പോട്ട് ചെയ്യുമോ? കിടന്നുറങ്ങുന്ന പാമ്പിനെ, കുറുപ്പ് പാമ്പിനെ ഫ്ലഫി സ്പോട്ട് ചെയ്യുമോ? ഇല്ല, അവര് മാറി. പക്ഷെ ഒരൊറ്റ നേട് കുറുപ്പിന് എറിയാമെങ്കിൽ കുറുപ്പ് വന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് 2 കില്ല് കരസ്ഥമാക്കാൻ കുറുപ്പിന് പറ്റും. പക്ഷെ നേടില്ലെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ അവർ വണ്ടി എടുത്ത് കറങ്ങിട്ടോ. അവർ റൈറ്റ് കറങ്ങിയിട്ടുണ്ട്. അവർ റൈറ്റ് പോയിട്ടുണ്ട്. റൈറ്റ് ഫ്ലാങ്ക് ഇസ് ഓൾവേസ് ബെറ്റർ എന്ന തീരുമാനം. ഫാൽക്കൺ അവിടെ ഒറ്റയ്ക്കാണ്. ഫാൽക്കൺ അവിടെ സോണിന്റെ സെൻട്രൽ കൂടി ഒരു സ്കൗട്ടിംഗ്. ഔട്ട് ഓഫ് ദ സോൺ എന്തോ ചെയ്യുന്നു. ഇസ്മായിലിനെ കില്ലെടുക്കാൻ പറ്റുമോ? സെക്യൂർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡ്രോ പാപ്പടത്തിന്റെ ഒരു കിടിലൻ നേട്. ചരനെ ഡൗൺ ആക്കുന്നു. അടിച്ചാണ് ഡൗൺ ആക്കിയത്. ഓക്കെ ദാറ്റ് വാസ് നൈസ് വൺ. അത് ആ ടീമിനെ എക്സ്പോസ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. അലക്സ് നോക്കുന്നുണ്ട് അങ്ങോട്ട്. അവർ പൊങ്ങിയാലും തിരിച്ച് സോണിലേക്ക് കയറുന്നത് ഭയങ്കര പാടായിരിക്കും. ഇസ്മായിലിനെ പൊക്കിയില്ലേ അപ്പൊ? പപ്പടത്തിന്റെ നല്ലൊരു സ്പ്രേ ചാർലിക്കെതിരെ. പപ്പടം നല്ലൊരു ടാപ്പായിരുന്നു. കിട്ടിലം പോലത്തെ ഒരു ടാപ്പായിരുന്നു. ചാർലി നന്നായി കളിക്കും. ചാർലി നൈസ് പ്ലെയർ ആണ്. ചാർലി നല്ലൊരു പ്ലെയറാ. അങ്ങനെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലെയറാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാർലി. അലക്സിനെ ഡൗൺ ആക്കി ഗൈസ്. അലക്സിനെ നോക്കാക്കി. കില്ല് സെക്യൂർ ചെയ്യാൻ നോക്കുവാണ്. ഓക്കെ, ഒരു പോയിന്റ് സെക്യൂർ ചെയ്യാനാണ് നോക്കുന്നത്. The last 4 team guys,
ടീം പപ്പടം, ടീം 6 ആരാ? പപ്പടത്തിന്റെ ടീമിൽ പപ്പടം മാത്രമാണുള്ളതെന്ന് തോന്നുന്നു അല്ലേ? ആ പപ്പടം മാത്രമാണ് ബാക്കിയായിട്ട് നിൽക്കുന്നത്. കുറുപ്പിന്റെ ടീമിൽ കുറുപ്പ് മാത്രം നിൽക്കുന്നു. ജോഷുവ ആൻഡ് ഫ്ലഫി സ്റ്റിൽ ദ സ്ട്രോങ്സ്റ്റ് ടീം. അവർക്ക് മറുപടിയുമായി ബുള്ളും ചാർലിയും ഔട്ട് ഓഫ് ദ സോൺ സ്റ്റിൽ അവിടെ കളിക്കുന്നുണ്ട്. പപ്പടും കുറുപ്പും മാത്രമേ സോളോ ആയിട്ട് കളിക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റൗണ്ട് സോണിന്റെ 4 കോർണറുകളിലായിട്ട് 4 ടീംസ് ഇപ്പൊ പ്ലേസ് പിടിച്ചിട്ടുണ്ട്. ഇവർ എങ്ങനെ സോണിലേക്ക് എൻട്രി എടുക്കും? ലെറ്റ്സ് സീ ദ സ്പെക്ടാക്കുലർ ബാറ്റിൽ ഗോയിങ് ഓൺ ബിറ്റ്വീൻ 4 ടീംസ്. ബുൾ, ഫ്ലഫി, പപ്പടം ആൻഡ് കുറുപ്പ്. നമുക്ക് നോക്കാം ആരടിച്ചെടുക്കും. 2 സോളോ ടീമും 2 ഡുവോ ടീമും. കുറുപ്പ് വേഴ്സസ് ഫ്ലഫി ഗൈസ്. ജോഷുവ കുറുപ്പിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കുറുപ്പ് സ്റ്റിൽ ഔട്ട് ഓഫ് സോൺ ആണ്. 2 ടീം ഔട്ട് ഓഫ് സോൺ ആണ് കളിക്കുന്നത്. കുറുപ്പിന് അവിടെ വണ്ടി ഇല്ല എന്നൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇവർക്ക് വണ്ടിയുണ്ട്. ബുള്ളിന്റെ ടീമിനെ കണ്ടോ? സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഗൈസ്. നമുക്ക് നോക്കാം. ബുള്ള് അവിടെ കുഴിക്കുന്നു. സ്വയം ചാവാനാണ് ഉണ്ടാക്കുകയാണ് ഗൈസ്. നൈസ്. ആ സോൺ എഡ്ജിൽ റിഡ്ജ് ക്രിയേറ്റ് ചെയ്ത് അവിടെ കളിക്കാൻ തീരുമാനിച്ച ഒരു മൈ ഗോഡ്. ഇല്ല പപ്പടം അവിടെ നിന്നിട്ട് നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പപ്പടം. അതാ ഉമ്മാരോടെ സർക്കിളിലെ കോർണറൊക്കെ ഉണ്ട്. ഫ്ലഫിയും ജോഷുവും ടീം സോണിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് ഗൈസ്. സെൻട്രൽ സോൺ ആണ്. 3 സൈഡിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്മോക്ക് ഇല്ലെങ്കിൽ അവർ പെടും, ഉറപ്പായിട്ട് പെടും. വണ്ടി കവറിട്ട് വണ്ടി പൊട്ടിക്കാതെ വേറൊരു വഴിയില്ല അവർക്ക്. അവിടെ ഇനി കുറുപ്പ് സ്റ്റിൽ സോൺ ഔട്ട് ആണ് കളിക്കുന്നത്. പപ്പടം അടിച്ച് ഇപ്പൊ അവിടെ നല്ല ഫിനിഷ് ആയിരിക്കും. കാരണം ഫ്ലഫിയെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കുറുപ്പിന്. പക്ഷേ പൊങ്ങിയാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടി കിട്ടും. പൊങ്ങിയില്ലെങ്കിൽ ആ കില്ലും കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഫിനെ എടുക്കായിരുന്നു അവിടെ. സുഖമായി എടുക്കാം, സുഖമായിട്ട് എടുക്കായിരുന്നു. മിക്കവാറും കുറുപ്പ് റിസ്ക് എടുക്കുമോ? നമുക്ക് നോക്കാം. ഈ ഒരാളെ വണ്ടി കൊണ്ടെടുത്താൽ രണ്ടാമത്തെ ബുള്ള് തേർഡ് പാർട്ടി എടുക്കാൻ ശ്രമിച്ചോണ്ട് അയ്യോ കുറുപ്പിനെ കുറുപ്പ് അവിടെ ഡൗൺ ആയി. ബുള്ള് അവിടെ പ്രോപ്പർ ടൈമിങ്ങിൽ തേർഡ് പാർട്ടി അടിച്ചു ഗൈസ്. അതൊരു മൈൻഡ് ഗെയിം ആയിരുന്നു. ബുള്ളാണ് ആ കില്ല് രണ്ടും കൊണ്ടുപോയി ഗൈസ്. പക്ഷെ അല്ല കുറുപ്പ് ഈ ടീമിനെ വൈപ്പ് ചെയ്തിട്ടാണ് ചത്തത്. വൈപ്പ് ചെയ്തിട്ടാണ് കുറുപ്പ് ജോഷോനെ എടുത്തിട്ടാണ്. ബുള്ളൻ ടീം ഗൈസ്. ഇതിലെ വിഷയം കളി കുറുപ്പായിരുന്നു ഗൈസ്. വിഷയം കളി ഒന്നും പറയല്ല. ജോഷോനെ എടുത്തിട്ടാണ് കുറുപ്പ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മാൻ ആർമിയാണ് ഗൈസ്. ഒരു 1 മാൻ ആർമി ആയിരുന്നു.